ഇനി അയിലമീൻ കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കാത്തതിൻ്റെ മുമ്പ് നമുക്ക് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് പിന്നീട് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാലപ്പൊടികൾ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചെടുത്തത് കുറച്ച് ചേർത്തി കൊടുക്കാം. പിന്നെ ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തും പാടെ ചേർത്തി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് നല്ലവണ്ണം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളവും പാടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്നും പാടെ മിക്സ് ചെയ്ത് പിന്നെ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരുന്ന പാകാവുമല്ലോ, ആ സമയത്ത് അയില ഇതുപോലെ നടുകെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു വശം ആവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടിവശം കുക്കായതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും പാടെ ഇട്ട് കൊടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അയില മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഇതുപോലൊന്ന് അയില ഫ്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഒരു മീനല്ല 2 മീൻ വരെ കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും.